ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഏകദേശം ഒരു 9-10 മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു പൊറോട്ടയും മീൻകറിയും കഴിക്കാൻ പൂതി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, നമ്മൾ മാറ്റി പെട്ടെന്ന് ഇറങ്ങി. നമ്മൾ പൊറോട്ടയും മീൻകറിയും അന്വേഷിച്ച് പോണ പോക്കാണ് ഇട്ടത്. നമ്മൾ ആ ഫസ്റ്റ് ഒരു പീടികയിൽ ചെന്ന് നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് വെച്ചാൽ അവിടെ മീൻകറിയും പൊറോട്ട ഉണ്ടായിരുന്നില്ല. പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബീഫുണ്ട്, അങ്ങനെ വേറെ കുറേയൊക്കെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറി നമ്മളിപ്പോൾ രണ്ടാമത് കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത് കടയിലെത്തി പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്ത്. ഫസ്റ്റ് ഒരു മിനിക്കുട്ടി പറഞ്ഞു, നിൽക്ക് ഞാൻ ഫസ്റ്റ് ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്യാം, ബാക്കി എന്നിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അതിനുശേഷം നമ്മൾ കാത്തിരുന്ന മീൻകറി ഇതാവുന്നു. പക്ഷേ ഗൈസ്, മീൻകറി നമ്മളെ ചതിച്ച്. നമ്മൾ പ്രതീക്ഷ വന്ന മീൻകറി ഇതായിരുന്നില്ല. ഇത് നല്ല വെള്ളമായിരുന്നു. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ചായ ഓർഡർ ചെയ്ത്, പിന്നെ നമ്മൾ മീൻകറിക്ക് പകരം ഒരു ചിക്കൻ പാട്സ് ഓർഡർ ചെയ്ത്. ചിക്കൻ പാട്സ് വന്ന് ചിക്കൻ പാട്സും പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. ചിക്കൻ പാട്സിൻ്റെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു. മസാല നല്ല അത്യാവശ്യം എരിവും ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ പൊറോട്ട കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടയും ചായയൊക്കെ കഴിച്ച് അതിനുശേഷം ഞാൻ പൊറോട്ട കഴിപ്പ് നിർത്തി. ഓല് രണ്ടാളിന് അടുത്തത് നൂലപ്പത്തിന് വെയിറ്റ് എടുക്കുക കേട്ടോ. നൂലപ്പം ഞാൻ പത്തനംതിട്ടക്കാരി കേട്ടോ. അപ്പം എൻ്റെ നാട്ടിലൊക്കെ ഇടിയപ്പം എന്നാണ് പറയുന്നത്. ഞാനിവിടെ വന്നേ പിന്നെ നൂലപ്പം നൂൽപുട്ട് എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ സ്ലാങ്ങാണ് നൂലപ്പം. ഞാനിപ്പോൾ നൂലപ്പം തന്നെയാണ് പറയുന്നത്. അങ്ങനെ നൂലപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ പുതിയാപ്പിള പറഞ്ഞു, ഇതേ നൂലപ്പം പാർട്സ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ചു നോക്കാൻ. അപ്പം ഞാനും കഴിച്ചു. ഒരു നൂലപ്പം പാർട്സും ഒരു കഷ്ണം പാർട്സും എടുത്ത് കഴിച്ചു നോക്കി. ഉപ്പിക്കാം, അത്യാവശ്യം കൊള്ളാം എന്ന മട്ടിൽ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ പേരേക്ക് പോവാണ്. അപ്പം നമ്മൾ പേരേക്ക് പോകുന്ന വഴിക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന് വിചാരിച്ചിരിക്കും. നമ്മളെപ്പോൾ അങ്ങോട്ട് പോയാലും നമ്മൾ വിചാരിക്കും ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴെങ്കിലും ഉണ്ടായാൽ കാണാൻ വിചാരിക്കുക പോകുന്നത്. പക്ഷേ ഇതുവരെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിൽക്കുന്ന ഒരു കർമൂസ നമ്മൾ നോക്കി ചിരിക്കുന്നത്. അതിൽ നല്ലൊരു പഴുത്ത് നല്ല റെഡിഷ് കളറായിട്ടുള്ളൊരു കർമൂസ ഉണ്ടായിരുന്നു. നമ്മളത് പറിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയൊക്കെ അവിടെ സൈഡാക്കുന്നപ്പോൾ ഒരാളും ഇപ്പോൾ പറിച്ചിടാമെന്ന് വിചാരിച്ച് റോട്ടിലിറങ്ങി നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ആളുടെ മനസ്സ് മാറി. വേണോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ നിൽക്കണ്ടോ, പറിക്കണോ വേണോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം ആ നട്ട വെയിലത്ത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിസിഷൻ എടുത്ത് വേണ്ട, പറിക്കണ്ട, ആൾക്കാരെ കൊണ്ട് നമ്മൾ പറിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ കർമൂസ മിഷൻ അങ്ങനെ ഫെയിൽഡായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിന്നുകുട്ടി പറഞ്ഞു, ഞാൻ പിടിച്ചോളാം വണ്ടി, ഞാൻ ഓടിക്കാൻ വണ്ടി എന്ന് വിചാരിച്ച് മിന്നുകുട്ടി പിടിക്കാൻ തുടങ്ങാം കേട്ടോ. മിന്നുകുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെരുപ്പും ഇതൊക്കെ ഇട്ടായിരിക്കും പോണേ. പക്ഷെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ചെരുപ്പും ഓളുടെ ഇപ്പോൾ ഹെയർ പിന്നാണെങ്കിലും ഒക്കെ ഞാൻ കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും